Good morning. Good morning, ma'am. Good morning. Good morning. Welcome. Good morning to all. Welcome. Clear item. നിങ്ങൾ വേറെ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. എന്തെങ്കിലും പാട്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ, ശരി. എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ പറയണോ കേട്ടോ. ഇപ്പോഴോ? യെസ്. നെക്സ്റ്റ് ടോപ്പിക് പെർസെപ്ഷൻ ആണ്. പ്ലാനിംഗ് തിയറീസിന് ശേഷം വരുന്നത് പെർസെപ്ഷൻ. പെർസെപ്ഷൻ എന്താണ്? പെർസെപ്ഷൻ ഈസ് ആൻ ഇമ്പോർട്ടന്റ് mediating cognitive process. So this complex process, persons make interpretations of the stimulus or situation they are faced with. Both selectively and organization go into perception interpretations. Externally, selectively is affected by intensity, size, contrast, repetition, motion, and novelty and familiarity. Okay. Perception. Perception means the cognitive process ആണ്. ധാരണ അല്ലെ? നിങ്ങൾക്ക് എല്ലാത്തിനെയും കുറിച്ചിട്ട് ധാരണ ഉണ്ടായിരിക്കും അല്ലെ? സ്വന്തമായ ധാരണകളുള്ളവരാണ് നമ്മൾ. അതായത് അപ്പൊ എന്താണ് ധാരണ എന്ന് ഉദ്ദേശിക്കുന്നത്? എന്തിനോടാണ് നമുക്കങ്ങനെ ആ ഒരു ചിന്ത വരുന്നത്? അതൊരു കൊഗ്നിറ്റീവ് പ്രോസസ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ 5 സെൻസസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് വൈജ്ഞാനികമായിട്ട് പുറപ്പെടുന്ന ഒരു കാര്യമാണ്. അതൊരു സിറ്റുവേഷൻ ബേസിലാണ് നമുക്ക് വരുന്നത് അല്ലെ? അതായത് ഓരോരുത്തർക്കും ഓരോ കാര്യത്തിനെ കുറിച്ചിട്ടൊരു ധാരണ ഉണ്ടായിരിക്കും. എന്ത് ചെയ്യണം, ആ സിറ്റുവേഷൻ എങ്ങനെ മറികടക്കണം എന്നതിനെ പറ്റിയിട്ട്. അത് എത്ര കോംപ്ലിക്കേഷൻസ് ആണെങ്കിലും നമുക്ക് അറിയാൻ പറ്റും അല്ലെ? എങ്ങനെ ഞാനത് ഇപ്പൊ എക്സാം ഞാനെങ്ങനെ അറ്റൻഡ് ചെയ്യും എന്ന് എനിക്കറിയാം. എനിക്കൊരു ധാരണ ഉണ്ട് എങ്ങനെയാണെങ്കിലും ഞാനത് അറ്റൻഡ് ചെയ്യുമെന്ന്. ഓക്കെ, അത് എല്ലാ പേഴ്സണും ഉണ്ടായിരിക്കും. എല്ലാ വ്യക്തികളിലും എന്തുണ്ടായിരിക്കും? ഒരു പെർസെപ്ഷണൽ പ്രോസസ് നടക്കുന്നുണ്ട്. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മൾ എല്ലാവരിലും എന്തുണ്ട്? പെർസെപ്ഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഓക്കെ, അതായത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസിനെ കുറിച്ചിട്ട് നമുക്ക് ആ സിറ്റുവേഷനെ അതിന് എന്താണ് അതിനെ മറികടക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ നോക്കി കാണാനായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു തരം പ്രോസസ് ആണ് എന്ത്? പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അത് ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ. ഇപ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ വരാൻ പോണ്, അത് എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മളുടെ ഉള്ളിൽ എന്തുണ്ടാവും? എനിക്കറിയാം ഇതെങ്ങനെ ചെയ്യണമെന്നുള്ളൊരു
ഇത് നമുക്കൊരു ഐഡിയ വരും അല്ലെ, എന്താണെങ്കിലും അതിനെ ഫേസ് ചെയ്താൽ മതി. പക്ഷെ അതെങ്ങനെയൊക്കെ വരും, എങ്ങനെ അത് തീർക്കാം എന്നുള്ളൊരു നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കും. പെർസെപ്ഷൻ. ഓക്കെ, അപ്പൊ നമ്മളുടെ ഒരു എന്താ പറയാ, അത് കാര്യം ചെയ്ത് തീർക്കാനോ അല്ല അതിൽ നിന്ന് മാറി മറികടക്കാനോ ഉള്ള ഒരു മനസ്സിന്റെ ഒരു പ്രോസസ് ആണ് എന്ത് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് ഓർഗനൈസേഷൻ സംബന്ധിച്ചിടത്തോളം എന്താണ്, പല രീതിയിൽ പെർസെപ്ഷൻസ് വരുന്നുണ്ട്. എക്സ്റ്റേണലി ഉണ്ട്, സെലക്റ്റീവ്ലി, എക്സ്റ്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ആന്തരികമായിട്ട് നടക്കുന്നത്. അതായത് എന്താണ്, intensity, size, contrast, repetition, motion, and novelty and familiarity. Internally, perception selectively is influenced by the individual's motivation. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ധാരണ വരുന്നതായിരിക്കും പെർസെപ്ഷൻ ഉണ്ടാവുന്നത് എന്തിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സന്ദർഭം വന്നു എന്ന് വിചാരിക്കാം അല്ലെ. സന്ദർഭം വന്നു, പക്ഷെ നമ്മൾ സ്വയം മോട്ടിവേറ്റഡ് ആവും അത് ചെയ്തു തീർക്കാനായിട്ട് അല്ലെ. എങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഉൾവിളി വരാന്നൊക്കെ പറയില്ലേ നമ്മള്. അതായത് എങ്ങനെയെങ്കിലും അത് ചെയ്ത് തീർക്കണം, അതിൽ സക്സസ് ഉണ്ടാവണമെന്ന് നമ്മളെ ആരോ പറയുന്നത് പോലെ തന്നെ നമ്മളിൽ എന്ത് സംഭവിക്കും, ആ കാര്യം അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ തന്നെ മോട്ടിവേറ്റഡ് ആവും. ഓരോ ഇൻഡിവിജ്വൽസിൽ അങ്ങനെ സംഭവിക്കാറുണ്ട് അല്ലെ. അപ്പൊ അത് ആ ഒരു ഇൻഫ്ലുവൻസ് മൂലമാണ് നമ്മൾ ആ കാര്യം കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർക്കുന്നത്, എന്ത് കാര്യമാണെങ്കിലും. ഓക്കെ, യെസ്. ദെൻ after the stimulus situation is fulfilled by the selective process, the incoming information is organized into a meaningful whole. ഇനി അപ്പൊ നമുക്ക് ഏത് സിറ്റുവേഷൻസിലാണ് നമുക്ക് ഉത്തേജനങ്ങൾ ഉണ്ടാവുന്നത്, സ്റ്റിമുലസ് ഉണ്ടാവുന്നത്, അത് നമ്മൾ ഓരോ കാര്യങ്ങൾ സെലക്ട് ചെയ്തിട്ടായിരിക്കും നമ്മളത് തീരുമാനിക്കുന്നത് അല്ലെ. നമ്മളല്ലാതെ എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ കാര്യങ്ങളിൽ പോലും ഇടപെടില്ല. എങ്ങനെയായിരിക്കുള്ളൂ, തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളിൽ മാത്രമേ നമുക്ക് എന്തെല്ലായിരിക്കുള്ളൂ പെർസെപ്ഷൻ ഉണ്ടാവും. നമ്മളൊരു കാര്യം കണ്ടു കഴിഞ്ഞാല് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ അതിലെന്താണ് നമ്മളുടേതായ രീതിയിൽ നമ്മൾ അതിനെ സെലക്ട് ചെയ്യും. ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ തിരഞ്ഞെടുത്തതിന്റെ ബേസിസിലായിരിക്കും നമ്മൾ ആ കാര്യം കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് അതുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻ നമ്മൾ തന്നെ കളക്ട് ചെയ്യുന്നത്, അതിലേക്ക് എത്തിപ്പെട്ട ആ കാര്യം എന്ത് ചെയ്യും, നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർക്കാനായിട്ട് ആരംഭിക്കും. Individual difference and uniqueness are largely the result of the cognitive process. നമുക്കറിയാം ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത് എന്താണ്, എല്ലാവരിലും വ്യക്തി വ്യത്യാസങ്ങളുണ്ട് അല്ലെ. അത് എല്ലാവരുടെ വ്യക്തി വ്യത്യാസങ്ങൾ പോലെ തന്നെ എന്താണ്, എല്ലാവരുടെ കോഗ്നിറ്റീവ് പ്രോസസ്സിലും വ്യത്യാസം, വൈജ്ഞാനികമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തുണ്ടാവും, വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലെ. യെസ്, all there are number of cognitive processes generally recognized that perception process is very important one that take place between the situation and the behavior and is most relevant to the study of organizational behavior. അപ്പൊ നമ്മൾ ഓർഗനൈസേഷൻ ബിഹേവിയറിലേക്ക് വരാണെങ്കിൽ ഈ പെർസെപ്ഷൻ എന്നൊരു പ്രോസസ്സ് ഇവിടെ ആവശ്യമാണോ? പെർസെപ്ഷൻ എന്നൊരു പ്രോസസ്സ് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിക്കോ മാനേജർക്കോ ഇതിന്റെ ആവശ്യമുണ്ടോ? പെർസെപ്ഷൻ വ്യക്തമായിട്ട് മാനേജർക്ക് ഇതിനൊരു ആവശ്യമുണ്ട് അല്ലെ. അതായത് ഓരോ ഓർഗനൈസേഷൻ അച്ചീവ്മെന്റിന് വേണ്ടിയിട്ട് അവർക്ക് തന്നെ എന്തുണ്ടായിരിക്കും, വ്യക്തമായ ധാരണകൾ ഉണ്ടായിരിക്കും. ഓരോ എംപ്ലോയീസിന് എങ്ങനെയായിരിക്കണം കൊണ്ടുപോകേണ്ടത്, ഏതൊക്കെ സിറ്റുവേഷൻസ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെ പറ്റി, അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യത്തെ പറ്റി എന്താണ് വ്യക്തമായ ധാരണ ആർക്കുണ്ടായിരിക്കും, ഓർഗനൈസേഷൻ മാനേജർക്ക് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, യെസ്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. For example, the observation that a department head and subordinate may react quite differently to the same top management directive can be better understood and explained by the perception process. എന്താണ് ഇവിടെ എക്സാമ്പിളിൽ പറയുന്നത്? ഒന്ന് വായിച്ചു നോക്കി, നിങ്ങളതൊന്ന് ആ എക്സാമ്പിൾ ഒന്ന് വായിച്ചു നോക്കി. പെർസെപ്ഷൻ ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കി. ഇവിടെ പറയുന്നത് ഒരേ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡും അല്ലെങ്കിൽ സബോർഡിനേറ്റ്സ്, അതായത് സെയിം സിറ്റുവേഷൻസിലെ ഒരേപോലെ ആയിരിക്കും അവർ കാണുന്നത്. സെയിം സിറ്റുവേഷനിലെ രണ്ട് വ്യക്തികൾ, അതായത് ഒന്നല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അല്ലെങ്കിൽ സബോർഡിനേറ്റ്സ്, അതിനെ ഒരേപോലെയാണോ കാണുന്നത്, ഡിഫറെന്റ് ആയിട്ടാണോ കാണുന്നത്?
ഡിഫറെന്റ് ആയിട്ടാണ് നോക്കിക്കാണുന്നത് അല്ലെ. യെസ്, അത് തന്നെയാണ് എന്ത് പെർസെപ്ഷന്റെ വ്യത്യാസം. നമ്മള് പല വ്യക്തികളാണ്, പലർക്കും എന്തുണ്ട് പല ധാരണകളാണുള്ളത് അല്ലെ. പല പ്രോസസ്സിനെ പല സിറ്റുവേഷൻസിൽ നമ്മൾ എങ്ങനെ കാണുന്നു, വ്യത്യസ്തമായിട്ടാണ് നോക്കിക്കാണുന്നത്. ഓക്കെ, ഇപ്പൊ അനുലക്ഷ്മി നോക്കുന്നത് പോലെയല്ല നിമ്മി നോക്കുന്നത് അല്ലെങ്കിൽ നിമ്മി കാണുന്നത്. ഓക്കെ, പെർസെപ്ഷൻ എന്താണെന്ന് നിമ്മി മനസ്സിലാക്കിയത് പോലെ ആയിരിക്കില്ല ഇപ്പൊ സിമി മനസ്സിലാക്കിയിരിക്കുന്നത്. എല്ലാവരും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കോൺസെപ്റ്റിലായിരിക്കും നിങ്ങളത് ഉള്ളിലേക്ക് എടുത്തിരിക്കുന്നത് അല്ലെ. അങ്ങനെയല്ലേ, എല്ലാവരും ഒരേപോലെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമോ? ഇല്ല, ആ ഒരു ഡിഫറൻസസ് എല്ലാവരിലും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ വർക്ക് ചെയ്യുന്ന പ്രത്യേകിച്ച് ഹെഡ് പൊസിഷൻ ആയിട്ട് ആൾക്കാരുടെ എംപ്ലോയീസ് ആയിക്കോട്ടെ, അവർക്കൊക്കെ എന്താണ് എല്ലാവരിലും വ്യത്യസ്തമായിട്ടുള്ള ധാരണകളാണ് ഉള്ളത്. ഓക്കെ, അതാണ് അവിടെ എക്സാമ്പിൾ ആയിട്ട് സൂചിപ്പിക്കുന്നത്. Through the process of perception, individuals gather various type of information through all 5 senses. ഇനി നമ്മളുടെ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ വിവരങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്? എന്തുപയോഗിച്ചിട്ടാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്? നമ്മൾ കാണുന്ന വിവരങ്ങൾ, കേൾക്കുന്ന വിവരങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്? എന്തുപയോഗിച്ചുകൊണ്ടാണ്? കണ്ടും കേട്ടും അറിഞ്ഞും ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? 5 സെൻസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിട്ടാണ് നമ്മുടെ എല്ലാ പ്രോസസ്സും നടക്കുന്നത് അല്ലെ. പ്രത്യേകിച്ച് ഒരു ബിഹേവിയറുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ 5 സെൻസിന്റെ വർക്ക് അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഈ 5 സെൻസിൽ കൂടി എന്താണ് നമ്മൾ പല കാര്യങ്ങളും കണ്ണുകൊണ്ട് കാണുന്നത് വേറെ ആയിരിക്കും, കാതുകൊണ്ട് കേൾക്കുന്നത് വേറെ ആയിരിക്കും അല്ലെ. നമ്മൾ തൊട്ട് കണ്ട് ടച്ച് ചെയ്ത് അറിയുന്ന പല കാര്യങ്ങൾ എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പ്രോസസ്സിലൂടെ കണ്ടെത്താൻ സാധിക്കും. ഇപ്പൊ പെർസെപ്ഷൻ ത്രൂ ഔട്ട് നടക്കുന്നത് എന്ത് പ്രോസസ്സിലൂടെയാണ്? നമ്മുടെ 5 സെൻസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് പല ധാരണകൾ രൂപപ്പെടുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നത്. കണ്ട് നമുക്ക് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റും അല്ലെ. നോക്കിക്കൊണ്ട് ഒബ്സർവേഷൻ ചെയ്തുകൊണ്ട് എന്താണ് അവിടെ അതാണ് നടക്കുന്നത്. ഓക്കെ, കണ്ടു മനസ്സിലാക്കി, നമ്മുടെ ധാരണയാണ് അവിടെ അതാണ് നടക്കുന്നത്, നമ്മൾ മനസ്സിലാക്കി. കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേട്ടു, ആരും എന്തൊക്കെ പറയുന്നുണ്ട്, അത് കേട്ടപ്പോ അത് അങ്ങനെയാണല്ലേ ഇങ്ങനെയാണല്ലേ എന്ന് നമ്മൾ വിചാരിക്കില്ലേ. ടച്ച് ചെയ്തറിയും ഇത് ഇങ്ങനെയുള്ള ഒരു മെറ്റീരിയൽ ആണ് അല്ല ഇങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഇത്തരം സെൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അറിയുന്നത് അല്ലേ. യെസ്, എന്ത് കാര്യമാണെങ്കിലും ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് നമ്മുടെ 5 സെൻസ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മുടെ ഇൻഫോർമേഷൻസ് ആക്സസ് ചെയ്യുന്നത്. Then assimilate them and then interpret them. ഇനി ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എന്തും ചെയ്യുന്നുണ്ട്? അസിമുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? സിമുലേറ്റ്. നമ്മൾ ആ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യും, അതിനെ സംശീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യും അല്ലെ. എന്താണോ കാര്യം എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ എന്താണ്? അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യും അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കും. ഒരു കാര്യം കേട്ടു, അതിന്റെ ഉള്ളിലേക്ക് എടുത്തു, അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു? അതിനെക്കുറിച്ച് ഇന്റർപ്രിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലിട്ട് വ്യാഖ്യാനിക്കും. അല്ലെങ്കിൽ പറയാനുള്ള കാര്യങ്ങളാണെങ്കിൽ ഓപ്പൺ ആയിട്ട് നമ്മൾ പറയും. Then different people used to perceive the same information differently. എന്താ പറയുന്നത്? ഒരേ വിവരങ്ങള് വ്യത്യസ്ത ആളുകള് എങ്ങനെയായിരിക്കും കാണുന്നത്? വ്യത്യസ്തമായിട്ടായിരിക്കും കാണുന്നത് അല്ലെ. ഒരേ വിവരങ്ങൾ തന്നെ എന്താണ്? വ്യത്യസ്ത ആളുകൾ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കുന്നു. അങ്ങനെയല്ലേ? ഇതാണ് എന്താ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഒരു കാര്യം തന്നെ ആയിരിക്കും, ഒരു സിറ്റുവേഷൻ തന്നെ ആയിരിക്കാം, പക്ഷെ നമ്മൾ നോക്കിക്കാണുന്ന ഓരോ പേഴ്സൺസ് നോക്കിക്കാണുന്നത് എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് ആയിട്ടാണ് നോക്കിക്കാണുന്നത്. ഓക്കെ, മനസ്സിലായോ പെർസെപ്ഷൻ എന്താണെന്ന്? Then perception plays a crucial role in determining individuals' behavior in organization. അപ്പൊ ധാരണ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നുണ്ട്. അതൊരു ക്രൂഷ്യൽ റോളാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. Organization send a message in variety of forms to their members regarding what they are expected to do and not to do. In spite of organization sending clear message, those messages are subject to distortion in the process of being perceived by organization members. Therefore, managers should have a basic understanding of fundamental perception process. ഇത്രയേ ഉള്ളൂ. നമ്മൾ പറയുന്നത് എന്താണ്? ഓർഗനൈസേഷനിലെ ഈ പെർസെപ്ഷൻ എന്നൊരു പ്രോസസ്സ് പ്രത്യേകിച്ച് ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇപ്പൊ ഓർഗനൈസേഷൻ ഒരു മെസ്സേജ് ഹെഡ് ഓഫ് ദ ബോഡിയിൽ നിന്ന് നമ്മുടെ എംപ്ലോയീസിന് ഒരു മെസ്സേജ് കൊടുക്കാന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു മെസ്സേജ് കൊടുത്തതിന് ശേഷം അതിൽ എന്തുണ്ടായിരിക്കും?
കൃത്യമായിട്ടുള്ള രൂപങ്ങൾ അതിലുണ്ടായിരിക്കും. ആ മെസ്സേജിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കും. പക്ഷെ ഈ മെസ്സേജസിന് തന്നെ എന്ത് സംഭവിക്കുന്നു? ക്ലിയർ മെസ്സേജസ് ആണ് അത് അവർ അയക്കുന്നെങ്കിലും കിട്ടുന്ന ആൾക്കാരെ ഇതിനെങ്ങനെയായിരിക്കും വ്യാഖ്യാനിക്കുന്നത്? അവരതിനെ ഡിസ്ട്രോയ് ചെയ്യും അല്ലെ? അതായത് നമ്മൾ ഒരു കാര്യം കേട്ടു, ഞാനൊരു കാര്യം കേട്ടു, മറ്റൊരാളോട് പറയുമ്പോൾ അയാൾ അതിനെ കുറച്ച് കാര്യം കേൾക്കുള്ളൂ അല്ലെ? ദെൻ അയാൾ പറയുമ്പോൾ എന്താണ്, അയാൾ മറ്റൊരാളോട് പറയുമ്പോൾ എന്താണ്, അതിലും കുറയും. പിന്നെ വേറെ വേറെ കാര്യങ്ങളായിരിക്കും അങ്ങോട്ട് എത്തുന്നത്. അങ്ങനെയല്ലേ നമ്മൾ പൊതുവെ നാട്ടിൽ നടക്കുമ്പോൾ? അങ്ങനെയല്ലേ അല്ലേ? ചിലപ്പോ ചിലവരെന്താണ് ചെറിയ കാര്യം ഇലാബറേറ്റ് ചെയ്ത് പറയുന്നവരുണ്ടാവും, പക്ഷെ ഒന്നും ഉണ്ടാവായിരിക്കില്ല അല്ലെ? നമ്മൾ പറഞ്ഞത് 2 സെന്റൻസ് ആണെങ്കിൽ പിന്നത്തെ ആളുടെ എന്തായിരിക്കും അത് 3 ആകും 4 ആകും, പിന്നത്തെ വലിയൊരു കഥയായി മാറും. അപ്പോ അവിടെയൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഓരോരുത്തർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഓരോരുത്തർ ഓരോ കാര്യത്തെ നോക്കിക്കാണുന്നത് വ്യത്യസ്ത രീതിയിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇത്തരത്തില് ഇപ്പൊ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ നമ്മൾ വരുന്ന പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വ്യത്യസ്തമായിട്ട് ഇത് അനുഭവപ്പെടുന്നത്. ഓക്കെ, അപ്പോ മാനേജേഴ്സിന് ഇത് വ്യക്തമായിട്ട് മാനേജർമാർ എന്തറിഞ്ഞിരിക്കണം? ഈ ഫണ്ടമെന്റൽ പെർസെപ്ഷൻ പ്രോസസ്സിനെ കുറിച്ച്, അതായത് ആളുകൾ ഇങ്ങനെയാണ് ധരിക്കുന്നത്, വ്യത്യസ്ത ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവർ വ്യത്യസ്തമായിട്ട് ഇത് ചിന്തിക്കും എന്നുള്ള ഒരു അവബോധം ആർക്കുണ്ടായിരിക്കണം? മാനേജേഴ്സിന് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ഫണ്ടമെന്റൽ പെർസെപ്ഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു അത്യാവശ്യമായിട്ടൊരു കോമൺ സെൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, യെസ്. അതായത് നമ്മൾ അയക്കുന്ന മെസ്സേജിന് ഇവർ എങ്ങനെ ആയിരിക്കും കാണുന്നത് എന്നുള്ളത് ഒരു വീക്ഷണം മാനേജേഴ്സിന് ഉണ്ടായിരിക്കും. ഓക്കെ, മനസ്സിലായ പെർസെപ്ഷൻ എന്താണെന്ന്? ക്ലിയർ ആണോ ഉള്ളരെ? നെക്സ്റ്റ് നമുക്ക് നോക്കാം ബേസിക് പെർസെപ്ഷണൽ പ്രോസസ്. ബേസിക് പെർസെപ്ഷൻ പ്രോസസ് എന്തൊക്കെയാണ്? ഈ ധാരണ എന്ന പ്രോസസ്സ് നടക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. Perception is affected by the traits of the object being perceived and of the person and by situational process. നമുക്കറിയാം ഓരോ ധാരണകളും ഉണ്ടാവുന്നത് എന്തിന്റെ ബേസിസിലാണ്? ഓരോ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഓരോ സാഹചര്യത്തിലാണ് നമ്മൾ പലതിനെ കുറിച്ച് ഇങ്ങനെ ധരിക്കുന്നത് അല്ലെ? എന്ത് സാഹചര്യമാണ്, ഏത് സാഹചര്യമാണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. അത് അങ്ങനെ ആയിരിക്കും, ഇത് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴാണ്? സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടായിരിക്കും അല്ലെ? അതിപ്പോ ഒരു പ്ലേസിനെ കുറിച്ചാവോ, ഒബ്ജക്റ്റിനെ കുറിച്ചാവോ, ഒരു പേഴ്സണെ കുറിച്ചാവോ, എന്തും ആയിക്കോട്ടെ, അതെല്ലാം ഒരു സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതെല്ലാം വിവരിക്കുന്നത്. അപ്പൊ ഈ ബേസിക് പെർസെപ്ഷൻ പ്രോസസ്സിന്റെ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഈ ധാരണകളുടെ പ്രക്രിയയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് ധരിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ആദ്യം ചിന്തിക്കും നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഒബ്ജക്ട് ഇൻക്ലൂഡ് കോൺട്രാസ്റ്റ്, ഇന്റൻസിറ്റി, മൂവ്മെന്റ്, റിപ്പീറ്റേഷൻ ആൻഡ് നോവലിറ്റി. എന്താ നോക്കുന്നത്? നമ്മളിപ്പോ ഒരു സാധനം കണ്ടു എന്ന് വിചാരിക്കാം. ഓക്കെ, ആദ്യം ഒരു ഒബ്ജക്റ്റ് കണ്ടു എന്ന് വിചാരിക്കാം. അത് ആദ്യം അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കും? കോൺട്രാസ്റ്റ് നോക്കും. കോൺട്രാസ്റ്റ് മീൻസ് ഇപ്പൊ ഒരു വസ്തു ആണെങ്കിൽ അതിന്റെ കളർ നോക്കും നമ്മൾ അല്ലെ? അതിന്റെ ബ്രൈറ്റ്നെസ് ഉള്ളതാണെങ്കിൽ കളറിലായിരിക്കും നമ്മൾ ആദ്യം നോക്കിക്കാണുന്നത്. ദെൻ ഇന്റൻസിറ്റി. ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇന്റൻസിറ്റി എന്താണ്? ഇന്റൻസ് തീവ്രത നോക്കും അല്ലെ? അത് എങ്ങനെയുള്ളതാണ്, അല്ലെങ്കിൽ അതിന്റെ എന്താണ് പറയുന്നത്, വലിയ വസ്തുക്കളാണോ ചെറിയ വസ്തുക്കളാണോ നമ്മൾ, അതായത് ചെറിയ വസ്തുക്കളാണോ വലുതാണോ എന്നുള്ളത് നമ്മൾ നോക്കുന്നു. ഓക്കെ, ദെൻ മൂവ്മെന്റ് നോക്കൂ. മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? മൂവ്മെന്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ 2 വസ്തുക്കൾ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. വലിയ വസ്തു വെച്ചിട്ടുണ്ട്, ചെറിയ വസ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് എന്തിനായിരിക്കും? വലിയ വസ്തുക്കളോടായിരിക്കും നമ്മൾ ആദ്യം നോക്കുന്നത് അല്ലെ? വലിയ വസ്തുവിനെ നോക്കി കാണാനായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നത്. ചെറിയ വസ്തു അതിന് ശേഷമായിരിക്കും നമ്മൾ നോക്കുന്നത്, ബിഗ് ഓർ സ്മോൾ വെക്കുകയാണെങ്കിൽ. അതേപോലെ തന്നെ പിന്നെന്താണ്, മൂവ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ നിശ്ചലമായിരിക്കുന്ന വസ്തുവിനോടാണോ മൂവ് ചെയ്യുന്ന വസ്തുവിനോടായിരിക്കും നമ്മൾ ആദ്യം നോക്കുന്നത്? നിശ്ചലമാണ്, അതായത് അനങ്ങാതെ നിൽക്കുന്ന വസ്തു ആണോ മൂവ് ചെയ്യുന്ന വസ്തു ആയിരിക്കും? മൂവ് ചെയ്യുന്നതായിരിക്കും നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുക അല്ലെ? യെസ്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്, പുതിയ വസ്തുക്കളോടാണോ പഴയ വസ്തുക്കളോടാണോ നമുക്ക് അഭികാമ്യം കൂടുതല്? പുതിയ വസ്തുക്കളാണോ പഴയ വസ്തുക്കളാണോ? പുതിയതിനോട് അല്ലെ? പുതിയതിനോട്, അതാണ് നോവലിറ്റി എന്ന് പറയുന്നത് അല്ലെ? പുതിയതിനോടാണ് നമ്മൾ
ആദ്യം നോക്കിക്കാണണം. അപ്പൊ എന്താണ് ഇതെല്ലാം പെർസെപ്ഷന്റെ ഭാഗമായിട്ട് നടക്കുന്നത്. നമ്മളൊരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത്, അതിനെക്കുറിച്ച് ധരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അതൊക്കെ. അതിന്റെ കോൺട്രാസ്റ്റ് നോക്കും, ഇന്റൻസിറ്റി നോക്കും, മൂവ്മെന്റ് നോക്കും, റിപ്പീറ്റേഷൻ നോക്കും, നോവൽറ്റി. അതായത് പിന്നെ റിപ്പീറ്റേഷൻ നമ്മൾ പറഞ്ഞല്ലോ, അത് ഒരു കാര്യം നമ്മൾ പല പ്രാവശ്യം കണ്ടുകൊണ്ടിരുന്നാൽ എന്താണ് നമുക്ക് അതിനോട് എന്ത് തോന്നും? റിപ്പീറ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു വസ്തു ആവർത്തിച്ച് കാണുമ്പോൾ എന്താണ് അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയില്ലേ? പ്രാധാന്യം വർദ്ധിപ്പിക്കുമോ? ഒരു വസ്തു തന്നെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോ പ്രാധാന്യം കുറയാണ് അല്ലെ? പിന്നെ നമ്മൾ അതിനെ ശ്രദ്ധിക്കില്ല. എല്ലാ ദിവസവും കാണുന്നുണ്ട്, ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ല. കണ്ട് എന്താണ് നമുക്കത് ഓക്കെ, അതോടുള്ള വസ്തുവാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ പെർസെപ്ഷന്റെ ആദ്യത്തെ അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തെ നോക്കി കാണുന്നത് ഈ 4 കാര്യങ്ങൾ കൊണ്ടാണ്. അതിന്റെ ഒരു വസ്തു ആണെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കും അല്ലെ, സവിശേഷതകൾ, കോൺട്രാസ്റ്റ്, ഇന്റൻസിറ്റി, മൂവ്മെന്റ്, റിപ്പീറ്റേഷൻ, നോവലിറ്റി. ഇത്തരം കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ അതിനെ കുറിച്ച് ഒരു കാര്യം ധരിച്ചു വെക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അത് ആദ്യത്തേത്. Yes. Then characteristics of the person include attitude, self-concept and personality. ഇനി നമ്മളൊരു പേഴ്സണെ, ഒരാളെയാണ് നോക്കി കാണുമ്പോൾ എന്താണ് നമ്മൾ എന്തൊക്കെ നോക്കും? അയാളുടെ ആറ്റിറ്റ്യൂഡ് അല്ലെ, അയാൾ എന്താണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ അയാളുടെ സെൽഫ് കോൺസെപ്റ്റ് അല്ലെ, ദെൻ അയാളുടെ പേഴ്സണാലിറ്റി. ഇത്രയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഒരാളെ കുറിച്ച് വെറുതെ കാണാവുന്ന ആളായിരിക്കും, ചിലപ്പോൾ ഒരു പരിചയം ഉണ്ടായിരിക്കില്ല. പക്ഷെ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കാം. അയാൾ നമ്മളോട് എങ്ങനെ കാണിക്കുന്നു, മറ്റൊരാളോട് എങ്ങനെ പെരുമാറുന്നു, അയാളോട് എങ്ങനെയാണ് സെൽഫ് ഫീൽ ചെയ്യുന്നത്, അയാളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, ഇതൊക്കെ നോക്കി കണ്ടിട്ടാണ് നമ്മൾ ഒരാളെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്നത് അല്ലെ. അപ്പോ പെർസെപ്ഷൻ പ്രോസസ്സിന്റെ ബേസിക് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ 2 എണ്ണമാണ്. ഈ 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒന്ന്, ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി, മൂവ്മെന്റ്, റിപ്പീറ്റേഷൻ, അതിന്റെ പുതുമ അല്ലെങ്കിൽ അതിന്റെ ആവർത്തനം ഒക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ അതിനെ ധരിക്കുന്നത്. ഒരു പേഴ്സൺ ആണെങ്കിൽ എന്താണ്, അതായത് ആറ്റിറ്റ്യൂഡ് നോക്കും, സെൽഫ് കോൺസെപ്റ്റ്, പേഴ്സണാലിറ്റി, ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരാളെ നമ്മളെ നോക്കിക്കാണുന്നത്. ഓക്കെ, മനസ്സിലായോ അത്? Yes. The details of a particular situation affect the way a person perceives an object. The same person may perceive the same object very differently in different situations. The process through which a person's perceptions are altered by the situation include selection, organization, attribution, stereotyping, and particularly relevant to organization. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഓരോ പേഴ്സൺസും ഓരോ ഒബ്ജക്റ്റീവിനെ ആയാലും ഓരോ വ്യക്തികളെ ആണെങ്കിലും നോക്കി കാണുന്നത് എങ്ങനെയാണ്? ഡിഫറെന്റ് ആയിട്ടുണ്ട്, വ്യത്യസ്തമായിട്ടാണ് വ്യത്യസ്ത സിറ്റുവേഷൻസിൽ കാണുന്നത്. എന്ത് തന്നെയാണെങ്കിലും എന്താണ്, ഒരാളും ഒരാളെ പോലെ തന്നെ വിചാരിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ നോക്കി കാണുന്നില്ല. എല്ലാവർക്കും എന്താണ് സ്വന്തമായിട്ടുള്ള ഒരു ഡിഫറൻഷിയേഷൻ ഉണ്ട്, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് ഓരോനെ നോക്കി കാണാനുള്ള ഒരു പ്രോസസ് ആണ് നമ്മുടെ ഉള്ളിൽ എല്ലാവരും നടക്കുന്നത്. ഓക്കെ, എല്ലാം 5 സെൻസ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കോഗ്നിറ്റീവ് പ്രോസസ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാവരിലും സംഭവിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസസ്. എല്ലാ ബിഹേവിയറിലും എന്തുണ്ടായിരിക്കും? പെർസെപ്ഷൻ ഉണ്ടായിരിക്കും. ഓരോന്നിനെ വ്യത്യസ്തമായി നോക്കിക്കാണാനുള്ള ഒരു പെർസെപ്ഷൻ നമുക്ക് ഉണ്ടായിരിക്കും. ഇനി the process through which a person perception are altered by the situation include. ഇപ്പോ നമ്മൾ ഈ പെർസെപ്ഷൻ പ്രോസസ്സിൽ നമ്മളെ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു കാര്യത്തെ നമ്മൾ നോക്കി കാണുമ്പോൾ സെലക്ഷൻ, organization, attribution, stereotyping are particularly relevant to the organization. ഇവിടെ എന്താ പറയുന്നത്? ഒരു വ്യക്തി എന്താണ് ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ സംഭവത്തെയോ കാണുന്ന സാഹചര്യം അല്ലെങ്കിൽ സന്ദർഭം അവരുടെ ധാരണയെ സാരമായിട്ട് സ്വാധീനിക്കും. നമ്മൾ നോക്കി കാണുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ അതിനെ സ്വാധീനിക്കുന്നത്. കൂടാതെ തന്നെ എന്താണ് ഈ ഘടകങ്ങൾ അവരുടെ ധാരണയെ രൂപപ്പെടുത്തുന്നതിലും ഒരു പങ്ക് വഹിക്കുന്നു. അതായത് എന്തിനെ കുറിച്ചാണ് അവർ നോക്കുന്നത്, അതിൽ നിന്നും അതെന്ത് സാധനമാണെന്ന് സ്വന്തമായിട്ട് അവർ രൂപീകരിക്കുകയാണ്. ഇപ്പൊ എന്തെന്നായിക്കോട്ടെ, അപ്പൊ അത് ഓരോന്നും നമുക്ക് പഠിക്കാനുണ്ട്. ഓരോന്നും സെലക്ഷൻ എന്താണ്, സ്റ്റീരിയോ ടൈപ്പ് എന്താണെന്ന് ഓരോന്നും നമുക്ക് നോക്കാം. അതൊക്കെ പെർസെപ്ഷന്റെ ഭാഗമായിട്ട് നമ്മളിൽ ഉടലെടുക്കുന്ന കുറെ കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ധാരണകളിൽ നിന്നുമാണ് ശരിക്കും പറഞ്ഞ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ പല പ്രശ്നങ്ങളും സോൾവ് ആവുന്നത് എന്തുകൊണ്ട് തന്നെയാണ്? പെർസെപ്ഷൻ ഉള്ളത് കൊണ്ടാണ് അല്ലെ. നമ്മൾ നല്ല രീതി പോസിറ്റീവ് പെർസെപ്ഷൻ ആണെങ്കിൽ എന്താണ് ആ കാര്യം അവിടെ സോൾവ് ആവും. നെഗറ്റീവ് പെർസെപ്ഷൻ ആണെങ്കിൽ ഒരാളെ കുറിച്ച് നമ്മൾ മോശമായിട്ട് ചിന്തിക്കുന്നു, മോശമായിട്ട് അയാളെ കുറിച്ച് പറഞ്ഞു നടക്കുമ്പോൾ എന്താണ് ഒരാളെ അവിടെ നശിപ്പിക്കുകയാണ് അല്ലെ. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളൊക്കെ നമുക്ക് പറയാം. കുറെ ആൾക്കാർ അങ്ങനെ ഉണ്ട് അല്ലെ, ഇല്ലാത്തതൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന ടൈപ്സ്.
അതായത് അവര് സ്വയം വിചാരിക്കും അവൻ അങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണ്, അപ്പൊ എന്താണ് അവൻ അങ്ങനെയായി അല്ലെ. മൊത്തം ആൾക്കാരെന്ത് പറയും, നാട്ടുകാർ അല്ലെ, നാട്ടുകാർ എന്ത് പറയും, അങ്ങനെയാണെന്ന് പറയും. യെസ്. ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇവിടെ തൊട്ടിപ്പുറത്തെ സ്കൂളുണ്ടല്ലോ, ഓണം സെലിബ്രേഷൻ നടക്കുകയാണ് കേട്ടോ. എനിക്ക് ഇവിടെ നിന്ന് കേൾക്കാം, അവിടെ പാട്ടും ബഹളവും ഒക്കെ വരുന്നുണ്ട്. അത് കേൾക്കുന്നുണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. സെലക്റ്റീവ് പെർസെപ്ഷൻ. എന്താണ് സെലക്റ്റീവ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്? എന്താണ് സെലക്റ്റീവ് എന്ന് പറയുന്നത്? The process of filtering out information that makes us uncomfortable or confused with our beliefs. എന്താണ് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഫിൽട്ടർ ചെയ്യാറില്ലേ? നമുക്ക് ഇവിടെ നിന്ന് എന്തോ കാര്യം കിട്ടിയിട്ടുണ്ടല്ലോ, നമ്മളൊരു കാര്യം കണ്ട് നമ്മൾ എന്ത് ചെയ്തെടുക്കും, അതിനെ എന്ത് ചെയ്യും, നമ്മളുടേതായ രീതിയിൽ അതിനെ മാറ്റി മറിച്ച് നമ്മളത് ഇല്ലാത്ത കാര്യം അല്ലെങ്കിൽ ഉള്ള കാര്യം, ഇപ്പൊ ഒരു കാര്യം കിട്ടിയാൽ നമ്മൾ അതിൽ പ്ലസ് ചേർക്കും അല്ലെ, ആഡ് ചെയ്യും കുറച്ച് കാര്യങ്ങൾ. ഫിൽട്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഈ കൂട്ടിച്ചേർക്കാൻ നമ്മൾ എല്ലാവരും പിടിക്കലാണ് അല്ലെ, എല്ലാവരും പറയുന്നില്ല, കോമൺ ആയിട്ട് പറഞ്ഞോളൂ. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മളുടെ ബിലീഫ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ വിശ്വാസങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ മനോഭാവങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഫിൽട്ടർ ചെയ്യുകയോ അതിനെന്ത് ചെയ്യും, അതിനെ അവഗണിക്കുകയോ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. പലപ്പോഴും എന്താണ് ഇതൊരു നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അല്ലെ. നമ്മൾ ഫിൽട്ടർ ചെയ്യുന്ന ഇൻഫർമേഷൻസ് നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോഴാണ് അവിടെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടായി ചെയ്യുന്നത്. ഓക്കെ, ഒരു കുട്ടീനെ ചീത്ത പറഞ്ഞു എന്ന് പറയും, ചീത്ത പറഞ്ഞു, ഒരു കുട്ടി ചിലപ്പോൾ കളിയാക്കിയതായിരിക്കും, വെറുതെ എന്തൊരു തമാശ പറഞ്ഞോ, പക്ഷെ കുട്ടി ടീച്ചറിനോട് പറയും അവൻ ടീച്ചർ ഇങ്ങനെ ഒരു വേർഡ് പറഞ്ഞാണ് എന്നെ കളിയാക്കി എന്ന് പറയും. ആ കുട്ടി അത് പറഞ്ഞിട്ടില്ല. ആ കുട്ടി അപ്പൊ എന്താ ചെയ്തത്, ടീച്ചറിനോട് പറഞ്ഞ ഇൻഫർമേഷൻസിൽ അവിടെ ഫിൽട്ടർ ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അതേപോലെ തന്നെ എന്താണ് ഓർഗനൈസേഷൻ അതുപോലെ തന്നെയാണ് പ്രോസസ്സുകൾ നടക്കുന്നത്. നമ്മുടെ ഇൻഫർമേഷൻസ്, അതാണ് എന്താ സെലക്റ്റീവ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇൻഫർമേഷൻസിനെ ഫിൽട്ടർ ചെയ്തിട്ട് അതിനെ മാറ്റിമറിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, സെലക്റ്റീവ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, മനസ്സിലായില്ല? ഫിൽട്ടർ ചെയ്യാന്ന് പറയുന്നത് എന്താണെന്ന്, ഇൻഫർമേഷൻസ് നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് പറയുന്നത് തന്നെയാണ് കേട്ടോ. For example, a manager has a very positive attitude about a particular worker and one day he noticed that worker seems to be goofing off. ഇവിടെ എന്താ പറയുന്നത്, സെലക്റ്റീവ് പെർസെപ്ഷന്റെ ഭാഗമായിട്ട് പറയാണ്, മാനേജർ ഒരാളോട്, ഒരു വർക്കറോട് എന്താണ്, അദ്ദേഹത്തിന് വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ് അദ്ദേഹത്തിന്റെ വർക്കിനോട് ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു ദിവസം ഇയാളെ നോട്ടീസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, അയാൾ വെറുതെ ഒരു പണിയില്ലാതിരിക്കുക. ഗൂഫിംഗ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗൂഫിംഗ് ഓഫ് ജോലിയൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുന്നത് കാണുകയാണ്. അങ്ങനെ കാണുന്ന സമയത്ത് എന്തായിരിക്കും ഇവിടെ സെലക്റ്റീവ് പെർസെപ്ഷൻ വരുന്നത്? സെലക്റ്റീവ് പെർസെപ്ഷൻ may make the manager to quickly disregard what he observed. എന്താണ്, suppose another manager has formed a very negative attitude about a particular worker, and when he happens to observe a high performance from the worker, and when he happens to observe a high performance from the worker, it too discredits. ഇവിടെ ആദ്യം ഒരു മാനേജർക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്, വളരെ പോസിറ്റീവ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്. ഒരു ദിവസം നോക്കുന്ന സമയത്ത് അയാള് വെറുതെ ഇരിക്കുന്നുണ്ട്, പണിയൊന്നും ഇല്ലാതിരിക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഇയാൾ എന്തായിരിക്കും വിചാരിക്കുന്നത്, എത്ര വർക്ക് അത്ര ദിവസം ചെയ്തിരുന്നെങ്കിലും ആ ഒരു ദിവസത്തെ ഒരു സമയത്തെ മൂമെന്റ് മതി എന്താ അയാളെ കുറിച്ച് മറിച്ച് ചിന്തിക്കാനായിട്ട് അല്ലെ. നമ്മൾ അങ്ങനെയല്ലേ ആണ് സെലക്റ്റീവ് എന്ന് പറയുന്നത്. അത്രയും ദിവസം അയാൾ നന്നായിട്ട് വർക്ക് ചെയ്ത ആളാണ്, പക്ഷെ പിറ്റേ ദിവസം അയാളുടെ വർക്ക് കണ്ടപ്പോ എന്താണ്, അദ്ദേഹം വെറുതെ ചിലപ്പോ ഒരു ലെഷർ ടൈം കിട്ടിയതായിരിക്കാം. പക്ഷെ മാനേജർ എന്താണ് വിചാരിച്ചത്, വിചാരിച്ചു അവനോട് പണിയൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കാന്ന് സ്വമേധ ആള് ധരിക്കാണ് അല്ലെ. ഇനി അതേപോലെ അപ്പൊ എന്താണ്, ആ ആള് ശരിക്കും പറഞ്ഞാൽ ഡിസ്കാർഡ് ചെയ്യാനുള്ള, അപ്പൊ കൂടുതൽ ആൾ ഒന്നുകൂടി ഒബ്സർവ് ചെയ്യും അല്ലെ. ഒരു പ്രാവശ്യം നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആളെ ഒബ്സർവ് ചെയ്യും, അതായത് ആ ഒരു കണ്ണിലൂടെ നോക്കി കാണാൻ മാത്രമായിരിക്കും അദ്ദേഹം ശ്രമിക്കുന്നത്. ഇനി മറ്റൊരു മാനേജർ, സപ്പോസ് അനദർ മാനേജർ ഹാസ് ഫോംഡ് എ വെരി നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. മറ്റൊരാൾക്ക് എന്താണ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ വർക്കറോട് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ് തോന്നുന്നത്. When he happens to observe a high performance from the worker, and when he happens to observe a high performance from the worker, രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ടോ സെന്റൻസ്? അല്ല,
high performance from the worker and when രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു സെന്റൻസ്. നിങ്ങൾ ടെക്സ്റ്റിലൊന്ന് നോക്കി. Suppose another manager has formed a very negative attitude about a particular worker and when he happens to observe a high performance from the worker. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം വെട്ടിക്കോളൂ കേട്ടോ. വർക്കർ കഴിഞ്ഞിട്ട് he to discard it അതാണ് പറയുന്നത് ഇവിടെ കേട്ടോ. നോക്കിയ ടെക്സ്റ്റില് വർക്കർ വെൻ പെർഫോമൻസ് എന്നുള്ളത് 2 പ്രാവശ്യം ഇവിടെ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. കണ്ടോ? ഇനി നെഗറ്റീവ് മാനേജർ എന്താണ് വിചാരിക്കുന്നത്? നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. നെഗറ്റീവായിട്ട് അബൌട്ട് എ പർട്ടിക്കുലർ വർക്കർ, ഒരാളെ കുറിച്ചിട്ട് നെഗറ്റീവായിട്ട് മനോഭാവം ഉള്ളതാണ്. നമ്മളങ്ങനെ വെറുതെ ചിന്തിക്കും. ചിലവരെ കുറിച്ച് നമ്മൾ എന്താണ് ഇല്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കാൻ നമ്മൾ വെറുതെ തോന്നും അല്ലെ. അങ്ങനെ ചിലപ്പോൾ അയാളൊരു പാവമായിരിക്കും, പക്ഷെ എന്താണ് നമ്മുടെ ഒബ്സർവേഷനിൽ അയാൾ എന്താണ് മോശമായിട്ടുള്ളതാണ്. എത്ര ഹൈ പെർഫോമൻസ് അയാൾ കാഴ്ചവെച്ചാലും എന്താണ് എത്ര ഹൈ ആയിട്ട് പെർഫോമൻസ് ചെയ്താലും അയാളോട് ചിലപ്പോൾ അയാളുടെ കാഴ്ചയിൽ ഇഷ്ടപ്പെടാത്തതായിരിക്കും. അങ്ങനെ ആൾക്കാരുണ്ട് കേട്ടോ. നമുക്ക് കണ്ടതിൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാരോട് നമുക്ക് എപ്പോഴും ദേഷ്യമായിരിക്കും. അങ്ങനെയുണ്ട്, അത് മനുഷ്യ സഹജമാണ്, പലരും അങ്ങനെയാണ് കേട്ടോ. അപ്പൊ എത്ര ഹൈ പെർഫോമൻസ് ആൾ കാഴ്ചവെച്ചാലും എന്താണ് അയാളോട് എപ്പോഴും എങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയായിരിക്കും കാണിക്കുന്നത്. നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അദ്ദേഹം കാണിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. അതാണ് സെലക്റ്റീവ് ആയിട്ടുള്ള പെർസെപ്ഷൻ എന്ന് പറയുന്നത്. പോസിറ്റീവ് ചെയ്തിരുന്ന ഒരാള് ഒരു കാര്യത്തിന്റെ പേരിൽ എന്താണ് നമ്മുടെ ധാരണ മാറി. പോസിറ്റീവായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളെ ഒരു ദിവസം അദ്ദേഹം വെറുതെ ഇരിക്കുന്നുണ്ടപ്പോ എന്താണ് നമുക്ക് ആ ധാരണ മാറി. അതേപോലെ തന്നെ എന്താണ് ആ പിറ്റേ ദിവസം അദ്ദേഹത്തിന് മോശമായ രീതിയിൽ അല്ലെങ്കിൽ അതിനെ ഒബ്സർവ് ചെയ്യാനായിട്ട് മാനേജർ ആരംഭിക്കുന്നത്. നെഗറ്റീവ് അപ്രോച്ച് തോന്നുന്ന ഒരു മാനേജർക്ക് ഒരു വർക്കറിനോട് എന്ത് തോന്നുന്നു? അയാൾ എത്ര ഹൈ പെർഫോമൻസ് കാഴ്ചവെച്ചാലും ശബ്ദം വേണ്ടോ? എന്തായാലും എടുത്തേ പറ്റൂ പിള്ളേരെ. ഇത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. എക്സാമ്പിൾ മനസ്സിലായോ അത്? In one sense, selective perception is beneficial because it allows us to discard minor bits of information. If selective perception causes managers to ignore important information, it can become quite detrimental. ഇത് ഈ സെലക്ഷൻ പേർപ്പസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ചില കേസസിൽ നമുക്ക് എന്താണ് ബെനഫിഷ്യൽ ആണ് അല്ലെ, ഗുണകരമാണ്. കാരണം പല സന്ദർഭങ്ങളും ഇപ്പൊ നമുക്ക് കണ്ടെത്താൻ കഴിയും. പല നമ്മുടെ മുമ്പിൽ നല്ലവരായിട്ട് ചമകരിക്കുന്നവരെ നമുക്ക് കണ്ടെത്താൻ പറ്റുകയും ചെയ്യും അല്ലെ, പെട്ടെന്നൊന്ന് ഒബ്സർവേഷൻ ചെയ്യുന്ന സമയത്ത്. പക്ഷെ ചില സമയത്ത് എന്താണ്, അതായത് ഇങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ പല ഇൻഫോർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ നല്ലതാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും മോശമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരാളെ കുറിച്ച് ധരിക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ കണ്ടെത്താനായിട്ട് കുറെ ദിവസം ഒബ്സർവ് ചെയ്യുമ്പോൾ എന്താണ് ഇവർ ഇങ്ങനെയുള്ള ഒരാളാണെന്ന് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും. അപ്പൊ സെലക്ഷൻ പെർസെപ്ഷൻ സംബന്ധിച്ചിടത്തോളം മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനുള്ള അവസരം കൂടിയാണ് എന്താ ഇത്തരത്തില് സെലക്റ്റീവ് ആയിട്ട് ഒരാളെ കുറിച്ചിട്ട് നമ്മൾ ധരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അത് സെലക്റ്റീവ് പെർസെപ്ഷൻ എന്താണെന്ന് അത്രേ ഉള്ളൂ. ഒരാളുകള് കിട്ടുന്ന വിവരങ്ങൾ എന്താണ് ഫിൽട്ടർ ചെയ്യണം അല്ലെ. ഇൻഫോർമേഷൻസ് ഫിൽട്ടർ ചെയ്തതിനു ശേഷം എന്താണ് അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് അതിനെ ഫിൽട്ടർ ചെയ്ത് മാറ്റുന്നതാണ് സെലക്റ്റീവ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താണ്, എല്ലാവരും വ്യത്യസ്തമായിട്ട് ഒരേ സംഭവത്തിൽ തന്നെ അല്ലെങ്കിൽ മറ്റൊരു സംഭവത്തിൽ തന്നെ എന്താണ് വ്യത്യസ്തമായി നോക്കിക്കാണാം. നെക്സ്റ്റ് വരുന്നത് എന്താണ് സ്റ്റീരിയോ ടൈപ്പിംഗ്. സ്റ്റീരിയോ ടൈപ്പിംഗ് കേട്ടിട്ടുണ്ട്? അത് സ്റ്റീരിയോ ടൈപ്പ് ഇത് ആളുകളെ വേർതിരിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്താ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നത്. സ്റ്റീരിയോ ടൈപ്പിംഗ് ഈസ് ആക്ട് ഓഫ് കാറ്റഗറൈസിംഗ് ആൻഡ് ലേബലിംഗ് പീപ്പിൾ ഓൺ ദ ബേസിസ് ഓഫ് എ സിംഗിൾ ആട്രിബ്യൂട്ട്. Perception based on stereotypes about people's sex exist more or less in most workplaces.
Typically, these perceptions lead to the belief that an individual sets determinants which task he or she will be able to perform. For example, if a woman sitting behind the table, the office is very often perceived as a clerk and not executive, but would make the opposite assumption about that. സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആളുകളെ വേർതിരിക്കുന്ന ഒരു പ്രത്യേകത, അതായത് ആളുകളെ ലേബൽ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് സ്റ്റീരിയോടൈപ്സ്. അത് ജെൻഡർ ബേസിസിൽ കാറ്റഗറൈസ് ചെയ്യാൻ, പ്രത്യേകിച്ച് ഇവിടെ സെക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മള് ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ഇപ്പൊ ഒരു വുമൺ ആണ്, ഇപ്പൊ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന ജോലിയെല്ലാം നമ്മൾ കാറ്റഗറൈസ് ചെയ്യാറില്ലേ? അല്ലേ? നമ്മൾ ചെയ്യാറില്ലേ? ചെയ്യാറുണ്ട്. യെസ്. എന്താണ് ഇവിടെ പറയുന്നത്? ഒരു വുമൻ ഇപ്പൊ ഓഫീസിൽ ടേബിളിൽ ഇരിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഹയർ പൊസിഷനിലായിരിക്കും ആൾ ഇരിക്കുന്നത്, പക്ഷെ നമ്മള് വരുന്ന ആൾക്കാരുടെ അസംഷൻ എന്താണ്? പെൺകുട്ടി ഒരു ക്ലർക്കാണ് അല്ലെ, അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് ആണെന്നേ ചിന്തിക്കുള്ളൂ വരുന്ന ആൾക്കാരല്ലേ, പ്രത്യേകിച്ച് ആണെന്ന് തന്നെ. ഇവിടെ വേറെ കാറ്റഗറൈസേഷൻ ഒന്നും പറയുന്നതല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് എന്താ സ്റ്റീരിയോടൈപ്പ്. നമ്മുടെ ജനറലിൽ തന്നെ അവർക്ക് അതേ ചെയ്യാൻ പറ്റും, ഇവർക്ക് ഇതേ ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറൈസേഷൻ വരുന്നുണ്ട്. അതൊക്കെ എന്താണ്? വെറും ധാരണകൾ മാത്രമാണ് അല്ലെ. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ്, നമ്മുടെ അസംഷൻ ആണ് അതൊക്കെ. സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റും, ഇപ്പൊ എല്ലാ മേഖലകളിലും ഇപ്പൊ സ്ത്രീകളില്ലേ, ഫിസിക്കലി മാത്രം ചില കാര്യങ്ങളിൽ നമ്മൾ ഏബിൾ അല്ല അല്ലെ. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം, പുരുഷന്മാരെ സംബന്ധിച്ച് ഫിസിക്കലി നമ്മൾ കുറെ കാര്യങ്ങൾ ഏബിൾ അല്ല, പക്ഷെ അവരെ ആ ഒരു കാര്യത്തിൽ കുറെ കൂടി എന്താണ്? ഫിസിക്കലി ഓക്കെയാണ്. നമ്മളത് മാത്രമാണ് വ്യത്യാസമുള്ളത്. പക്ഷെ ഇന്നിപ്പോ പലരും ആണുങ്ങൾ ചെയ്യുന്ന പ്രക്രിയകൾ, അല്ലെങ്കിൽ അവരുടെ അതേ ജോലി പ്രത്യേകിച്ച് ഇപ്പൊ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ചെണ്ടമേള ആദ്യം ആണുങ്ങളാണ് ചെയ്തത് അല്ലെ. ചെണ്ട കൊട്ട പച്ചവാദ്യമൊക്കെ ആരായിരുന്നു? ആണുങ്ങളാണ്. പിന്നെ അതേ മേഖലയിലേക്ക് എന്താണ് സ്ത്രീകൾ കടന്നു വന്നു. അതേപോലെ ഡ്രൈവിങ്ങിലോട്ടൊക്കെ കടന്നു വന്നതൊക്കെ ആദ്യം പുരുഷന്മാരായിരുന്നു ഇതിനൊക്കെ കൊടുത്തിരുന്നത്. അതൊക്കെ എന്താണ്? അതൊരു ധാരണകളുടെ ബേസിസിലാണ് അങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇപ്പൊ പുരുഷന്മാരുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ്? ഏറ്റവും കൂടുതൽ ഡിഫൻസ് തന്നെയാണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പൊ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മള് ആളുകളെ വേർതിരിക്കുന്ന ഒരു അസംഷൻ, അല്ലെങ്കിൽ വേർതിരിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റീരിയോ ടൈപ്പ്. നമ്മുടെ വേർഡ് അങ്ങനെ തന്നെയാണ് കേട്ടോ. ഓക്കെ. എക്സാമ്പിൾ മനസ്സിലായോ പറഞ്ഞത്? സ്റ്റീരിയോടൈപ്പിംഗ് ഇൻവോൾവ്സ് 3 stages. ഈ സ്റ്റീരിയോടൈപ്പിൽ ആളുകളെ വേർതിരിക്കുന്നതിന് 3 സ്റ്റേജസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഐഡന്റിഫൈ കാറ്റഗറീസ് ഓഫ് പീപ്പിൾ. നമ്മൾ ആദ്യം തന്നെ എന്താണ്? ഏത് കാറ്റഗറികൾ, ഇപ്പൊ ആണാണോ പെണ്ണാണോ എന്നുള്ളത് നോക്കുക. പൊളിറ്റീഷ്യൻസ് ആണോ വുമൻസ് ആണോ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ നോക്കാറുണ്ട് അല്ലെ. അസോസിയേറ്റ് സർട്ടൺ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ അവരുടെ സ്വഭാവ സവിശേഷതകൾ, അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ഒരു പൊതുവെ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ, if dishonesty is associated with the politician, we are likely to assume that the next politician we meet is also untruthful. നമ്മൾ ഒരു പൊളിറ്റീഷ്യനെ കാണുന്ന സമയത്ത് അവർ ഡിസ്ഹോണസ്റ്റി ആണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഡിസ്ഹോണസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ഹോണസ്റ്റി സത്യസന്ധത ഇല്ലാത്ത ആളാണെന്ന് നമ്മൾ നോക്കിക്കാണും അല്ലെ. ആള് കാണുന്ന സത്യസന്ധത ഇല്ലാത്ത ആണ് ഒരാളെ കണ്ടായിരുന്നത്. അപ്പൊ ഇനി ബാക്കി വരുന്ന ആളും ഇങ്ങനെയായിരിക്കും. നെക്സ്റ്റ് പൊളിറ്റീഷ്യനെ നമ്മൾ എന്തായിരിക്കും, അയാളുടെ കൂടെയുള്ള മറ്റൊരാൾക്കാരെ നമ്മൾ എന്തായിരിക്കും വിചാരിക്കുന്നത്? അവരും അങ്ങനെ സത്യസന്ധത ഇല്ലാത്ത ആൾക്കാരാണെന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യും അല്ലെ. നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടൊക്കെ നമ്മുടെ മനുഷ്യന്റെ ബിഹേവിയറിൽ നിന്ന് രൂപപ്പെടുന്ന കുറെ ധാരണകൾ മാത്രമാണ് അല്ലെ. നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇത്തരം എന്താണ് ലിംഗഭേദങ്ങൾ അല്ലെങ്കിൽ വകഭേദങ്ങൾ, കാറ്റഗറി, ഇതൊക്കെ മനുഷ്യനിൽ നിന്നാണ് ഇതെല്ലാം ഉടലെടുത്തിരിക്കുന്നത് അല്ലെ. അല്ലാതെ ഇതാരും എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഓരോ മനുഷ്യരുടെ തോട്ട്സും കോൺസെപ്റ്റ് ഒക്കെ അനുസരിച്ചിട്ടാണ് ഇങ്ങനെ വേർതിരിവുകൾ തന്നെ വരുന്നത്. അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ട ആളുകളെ വേർതിരിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. യെസ്, മനസ്സിലായോ? Then last one, yes, perception and attribution. Perception and attribution. Perception എന്ന് വെച്ചാൽ ധാരണ എന്നറിയാം. അപ്പൊ attribution എന്തായിരിക്കും? Attribution Perception is also closely connected to another process known as attribution. കേട്ടിട്ടുണ്ട് ഈ ഒരു വാക്ക്? അട്രിബ്യൂട്ട് ചെയ്യാന്ന് പറയുന്നത് എന്താ?
നമ്മളൊരു കാര്യം കേട്ടിട്ട് നമ്മൾ ആ കാര്യത്തെ എങ്ങനെ വിശദീകരിക്കുന്നു എന്നുള്ളതാണ് എന്ത് ആട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം കേട്ടു അല്ലെ, പെർസെപ്ഷൻ പോലെ തന്നെ നമ്മളൊരു കാര്യം കേട്ട് കഴിഞ്ഞതായിട്ട് എന്താണ് അതിനെ നമ്മളായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അതിനെ കുറച്ചും കൂടി വ്യാഖ്യാനിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത് ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു തരത്തില് എന്താ പറയാ, മലയാളം വേർഡ് അറിയാമോ? ഇതിന്റെ മലയാളം വേർഡ് ആട്രിബ്യൂട്ട് ചെയ്യാന്ന് പറയുന്നത് മലയാളം വേർഡ്സ് അറിയാവോ? എനിക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് ചോദിച്ചത്. ലക്ഷണം എന്നാണോ? ഒരു വേർഡ് ഉണ്ട്, ഒരു വേർഡ് ഉണ്ട്, അതെന്താ മിസ്റ്റർ ഓർക്കുന്നില്ല കേട്ടോ, എഴുതി വെച്ചില്ല അത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്, നമ്മള് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും, പെരുമാറ്റങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവത്തെ കുറിച്ചിട്ട് നമ്മൾ എന്താണ് ആളുകളെ സ്വയം എങ്ങനെ വിശദീകരിക്കും, ഒരാൾ തന്നെ എന്താണ് അതിനെ കുറിച്ചിട്ട് എന്താണ് ആരോപിക്കാന്നൊക്കെ പറയുന്നത്, വിശേഷിപ്പിക്കാന്നൊക്കെ പറയുന്നത്, അതാണ് ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ചിലപ്പോ നടന്ന സംഭവം പോലെ ആയിരിക്കില്ല നമ്മൾ അതിനെ വിശദീകരിക്കുന്നത്, ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാക്കി കുറച്ചുകൂടി എക്സ്പാൻഡ് ഒക്കെ ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ, അതൊരു തരം ബിഹേവിയർ ആണ് അല്ലെ? യെസ്. Attribution is a mechanism through which observe behavior and then attribute causes to according to attribution theory. Once we observe behavior, we evaluate. നമ്മൾ ഒരാളുടെ ബിഹേവിയർ കാണുന്ന സമയത്ത് നമ്മൾ അയാളെ ഇവാലുവേറ്റ് ചെയ്യും അല്ലെ, അയാൾ എന്താണെന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അതെങ്ങനെയൊക്കെയാണ്? അത് 3 ടേംസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഒരു വ്യക്തിനെ കണ്ടു, അയാളുടെ ബിഹേവിയറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കൺസേൺസ്, കൺസിസ്റ്റൻസി ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്നെസ്. കൺസെൻസ് എന്ന് പറഞ്ഞാൽ സമവായം, സമവായം എന്ന് പറയുന്നത് എന്താണ്? കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ്നെസ് എന്ന് പറയുന്നത്, കൺസിസ്റ്റൻസി സ്ഥിരത അല്ലെ, അതിന്റെ സ്വഭാവത്തില് സ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിലാണ് അവർ പെരുമാറുന്നത്. ഡിസ്റ്റിങ്ക്റ്റ്നെസ് എന്ന് പറയുന്നത് എന്താണ്? വ്യക്തിരക്തത, ഒരു നല്ല പേഴ്സൺ ആണോ, അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ സെൽഫ് കോൺസെപ്റ്റ് ഉള്ള വ്യക്തികളാണോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ നോക്കിക്കാണുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഒരാളെ കാണുന്ന സമയത്ത് അയാളിൽ എന്തൊക്കെയുണ്ട്, അതായത് അയാളെ നല്ല രീതിയിൽ സമവായം ഉള്ളവരാണോ, അല്ലെങ്കിൽ ഒരു കാര്യത്തെ നല്ല വീക്ഷണത്തോട് നോക്കിക്കാണുന്ന ആളാണോ, സ്ഥിരതയുള്ള പേഴ്സൺ ആണോ, വ്യക്തിത്വമുള്ള പേഴ്സൺ ആണോ എന്ന രീതിയിലാണ് ഇതിനെ നമ്മള് ആട്രിബ്യൂഷൻസ് അനുസരിച്ചിട്ട് അവരെ വ്യാഖ്യാനിക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു എന്താണ് ആട്രിബ്യൂഷൻ? ഒരാളെ സ്വയം ആ ഒരു കാര്യത്തെ കൂടുതലായിട്ട് വിശദീകരിക്കുന്ന ഒരു പ്രോസസ്സാണ് ആട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ. അങ്ങനെ വിശദീകരിക്കുന്ന സമയത്താണ് അയാൾ 3 കാര്യങ്ങൾ നോക്കുന്നത് ഒരാളെ പറ്റിയുള്ള. എന്തൊക്കെയാണ്? അദ്ദേഹത്തിന്റെ വീക്ഷണം എങ്ങനെയാണ്, കൺസേൺസ് എങ്ങനെയാണ്, കൺസിസ്റ്റൻസി, സ്ഥിരതയുള്ള പേഴ്സൺ ആണോ, വ്യക്തിരക്തമുള്ള പേഴ്സൺ ആണോ, വ്യക്തിത്വമുള്ള പേഴ്സൺ ആണോ, ഈ 3 കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് സ്വയം അയാളെ കുറിച്ചിട്ട് വിശദീകരിക്കുന്നത്. ഓക്കെ, അതാണ് ആട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. ആട്രിബ്യൂഷൻസിന് ഇവാലുവേറ്റ് ചെയ്യുന്ന 3 ടേംസുകളാണ് ഇതെല്ലാം കേട്ടോ. മനസ്സിലായോ? അത് നമുക്ക് ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ആട്രിബ്യൂഷൻ ഉണ്ട്, ഇന്റേണൽ ആയിട്ടുള്ള ആട്രിബ്യൂഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ പരിശ്രമക്കുറവ് മൂലം ഉണ്ടാകുന്ന ബിഹേവിയറുകളാണ്. പരിശ്രമിക്കാൻ പറ്റാത്ത ഉണ്ടാകുന്ന ബിഹേവിയർ ആണ് എന്ത്? എക്സ്റ്റേണൽ ബിഹേവിയേഴ്സ് എന്ന് പല സിറ്റുവേഷൻസിൽ. അതേപോലെ തന്നെ എന്താണ്? ഇന്റേണൽ ബിഹേവിയർ, അല്ലെങ്കിൽ ഇന്റേണൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയൂലേ, എനിക്ക് ഭാഗ്യം ഉണ്ടായില്ല, എനിക്ക് എന്റെ നഷ്ടം, എനിക്ക് ലക്കില്ലാത്തതുകൊണ്ടാണ് എനിക്കത് സംഭവിച്ചത്, അങ്ങനെ പറയും. അങ്ങനെ ധരിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്താണ്? ഇപ്പൊ പരീക്ഷയിൽ തോൽക്കാൻ കാരണം അധ്യാപകൻ പറഞ്ഞു തന്ന മോശമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ്, അദ്ദേഹം തെറ്റായ ധാരണകളാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്തായത്, നമ്മൾ വിശദീകരിക്കണല്ലേ, നമ്മളുടെ സംഭവിച്ച തെറ്റിനെ നമ്മൾ കൂടുതൽ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനെ കുറച്ചും കൂടി എന്താണ്, നമ്മളിൽ തെറ്റ് ആരോപിക്കാതെ സ്വയം വിശദീകരിച്ച് മറ്റുള്ളവരിലേക്ക് തെളിയിക്കുകയാണ് എന്ത്? ആട്രിബ്യൂഷൻസിന് എക്സ്റ്റേണൽ ആയിട്ട് ഇന്റേണൽ ആയിട്ടൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇന്റേണലി സംഭവിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളുടെ ഭാഗ്യമില്ലാതെയാണ് അത് സംഭവിച്ചത് നമ്മൾ വിശദീകരിക്കും. എക്സ്റ്റേണൽ ആയിട്ട്, അതായത് ആന്തരികമായിട്ട് പറഞ്ഞാൽ നമ്മൾ പരിശ്രമിക്കാതെ, ഞാൻ പഠിക്കാണ്ടാണ് എനിക്ക് മാർക്ക് കിട്ടാനെന്ന് നമ്മൾ പറയും. ഓക്കെ, അതൊക്കെയാണ് എന്തിൽ വരുന്നത്? ആട്രിബ്യൂഷൻസിലെ കാറ്റഗറൈസേഷൻ വരുന്നത്. ഓക്കെ,
നിങ്ങൾ ഈ തിയറി അനുസരിച്ച് അക്കോർഡിംഗ് ടു അട്രിബ്യൂഷൻ തിയറി അനുസരിച്ച് നമ്മൾ ഒരാളെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒരാളെ ഒബ്സർവ് ചെയ്യുമ്പോൾ എന്തൊക്കെ ടേംസ് ആണ് നോക്കുന്നത് അത് അണ്ടർലൈൻ ചെയ്തേ. കൺസേൺസ്, കൺസിസ്റ്റൻസി ആൻഡ് ഡിസ്റ്റിങ്ക്റ്റീവ്നെസ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. മനസ്സിലായി. അട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരാളുടെ പെരുമാറ്റത്തെ നിരീക്ഷിച്ചിട്ട് അതിന്റെ കാരണങ്ങൾ നമ്മൾ സ്വയം വിശദീകരിക്കുന്ന ഒരു പ്രോസസ് ആണ് ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഈ തിയറി അനുസരിച്ച് നമ്മൾ ഒരാളുടെ പെരുമാറ്റത്തെ നമ്മൾ 3 രീതിയിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. കൺസേൺസ്, കൺസിസ്റ്റൻസി ആൻഡ് ഡിസ്റ്റിങ്ക്റ്റീവ്സ്. അയാളുടെ ബിഹേവിയർ ഇതെല്ലാം കൃത്യമായിട്ടുണ്ടോ എന്ന് നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ അത് സ്വയം വിശദീകരിക്കുന്നതാണ് അത് ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി concerns in the extent to which other people in the same situation behave in the same way. ഇനി നമ്മൾ ഒരേ വീക്ഷണമുള്ള ആൾക്കാർ ചില സമയങ്ങളിൽ ചില സിറ്റുവേഷൻ അനുസരിച്ച് ഒരേപോലെ തന്നെ പെരുമാറാറുണ്ട്. മീൻസ് വ്യത്യസ്തത ഉണ്ടെങ്കിൽ എന്താണ്, ചിലത് ബിഹേവ് ചെയ്യുമ്പോൾ ഒരേപോലെ തന്നെ കാണിക്കാറുണ്ട്. ഇനി കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, സ്ഥിരത എന്ന് പറയുമ്പോൾ എന്താണ്, ഇസ് ദ ഡിഗ്രി ടു വിച്ച് സെയിം പേഴ്സൺ ബിഹേവ് ഇൻ ദ സെയിം വേ അറ്റ് ഡിഫറെന്റ് ടൈംസ്. അതായത് സ്ഥിരത എന്ന് പറയുന്നത് ഒരേ ഡിഗ്രി, ഒരേ അളവിൽ തന്നെ എന്തായിരിക്കും ബിഹേവിയർ വരുന്നത് പല ടൈംസിലായിരിക്കും. അതായത് ഒരേ രീതിയിലായിരിക്കുന്ന ഒരേ വ്യക്തി തന്നെ വ്യത്യസ്ത സമയങ്ങളിൽ എന്താണ്, ഒരേ വ്യക്തി തന്നെ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ പെരുമാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ഥിരത എന്ന് പറയുന്നത്. ഡിസ്റ്റിങ്ക്റ്റീവ്നെസ് എന്ന് പറയുന്നത് എന്താണ്, ദിസ് ഈസ് ദ എക്സ്റ്റെന്റ് ടു വിച്ച് ഈസ് ദ സെയിം വേ അതർ സിറ്റുവേഷൻ. എന്താണ് distinctives എന്ന് പറയുന്നത്? to be the same way in other situation. ഒരേപോലെ തന്നെ എന്താണ്, ഒരേ വഴിയിൽ തന്നെ പല സിറ്റുവേഷൻസിൽ പല രീതിയിൽ ബിഹേവ് ചെയ്യുന്നതാണ് ഡിസ്റ്റിങ്ക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. വ്യക്തിരക്തത എന്ന് പറയുന്നത്, വ്യക്തിത്വം എന്ന് പറയുന്നത്. The forces either within the person, internal or outside the persons are made to drive the behavior. ഇന്റേണൽ എക്സ്റ്റേണൽ പറഞ്ഞു. കാരണം എന്താണ്, ഇന്റേണൽ എന്ന് പറയുന്നത് എന്താണ്, ഇന്റേണൽ നമ്മുടെ ഭാഗ്യം മൂലം അല്ലെങ്കിൽ ഭാഗ്യമില്ലാത്തത് കൊണ്ടാണ് അത് സംഭവിച്ചത്. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ പരിശ്രമിക്കാത്തത് കൊണ്ടാണ് എനിക്കത് കിട്ടാഞ്ഞത് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അത് വേണ്ട കേട്ടോ. ആട്രിബ്യൂഷൻ എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? ഈ എക്സാമ്പിൾ നിങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ. അതിനൊന്നും പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ല. എക്സാമ്പിൾ ഒന്നും കൊടുത്തിരിക്കുന്നുള്ളൂ കേട്ടോ. വായിച്ചു നോക്കിയാൽ മതി. ഈ ഒരു ഭാഗങ്ങളിൽ നിന്ന് മാത്രമേ പെർസെപ്ഷൻ, ആട്രിബ്യൂഷൻ, ഈ ഒരു പാരാഗ്രാഫിൽ മാത്രമേ ക്വസ്റ്റ്യൻ വരുന്നുള്ളൂ. ഇതിന്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ് ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ എക്സ്റ്റേണൽ എന്താണ് ഇന്റേണൽ എന്താണെന്ന് പറഞ്ഞതിനെ കുറച്ചും കൂടി ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇവിടെ കൊടുത്തിട്ടുള്ളൂ. പറയണോ അത്? കാരണം നിരവധിയായി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആട്രിബ്യൂഷൻസ് എന്നുള്ള ഒരു ഈ ഒരു സ്വഭാവ സവിശേഷത അല്ലെങ്കിൽ ഈ ഒരു തിങ്കിങ് എല്ലാ പേഴ്സൺസിനും ഉള്ളത് കൊണ്ട് തന്നെ മാനേജേഴ്സ് എന്താണ് മനസ്സിലാക്കേണ്ടത്? Attributions might cause the manager to decide that individuals' behavior is something that should be changed. At this point, manager might meet with the subordinate to establish some productive consequences for further guidance. ഈ രീതി ചിന്താഗതികളുള്ള, അതായത് ഒരു കാര്യത്തെ സ്വയം വിശദീകരണം ചെയ്യുന്ന ഓരോ എംപ്ലോയീസിനും ഓരോ ഓർഗനൈസേഷനും ഉണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ബിഹേവിയർ, അത്തരം ബിഹേവിയർ കാണിക്കുന്ന ഇൻഡിവിജ്വൽസിനെ നമ്മൾ എന്താണ്, അദ്ദേഹത്തോട് കുറച്ചുകൂടി നമ്മൾ എങ്ങനെയായിരിക്കണം, അവരോട് ഈ ഒരു രീതിയിലുള്ള ബിഹേവിയർ ആണ് കാണിക്കുന്നതിനെ പറ്റിയിട്ട് മാനേജേഴ്സിന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് നമ്മുടെ ഒബ്സർവേഷനിലൂടെയാണ്, മാനേജറിന്റെ ഒബ്സർവേഷനിലൂടെയാണ് ഇങ്ങനെയൊക്കെയുള്ള പെരുമാറ്റങ്ങളാണ് എംപ്ലോയീസിന് ഉണ്ടാവുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതായത് സ്ഥിരതയായിട്ട് പെരുമാറുന്ന, ഈ എക്സാമ്പിൾ മുന്നിൽ പറയാൻ കേട്ടോ, കൺസിസ്റ്റന്റ് ആയിട്ട് പെരുമാറുന്നവർ ആരൊക്കെയാണ്, അല്ലെങ്കിൽ അധികം വ്യക്തിരക്തത ഇല്ലാതെ കാണിക്കുന്നത് ആരൊക്കെയാണ്, പ്രത്യേക വീക്ഷണമില്ലാത്ത ആരൊക്കെയാണെന്നൊക്കെ നമുക്ക്
ഈ ഒബ്സർവേഷനിലൂടെ ഇദ്ദേഹത്തിന് അവർ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും എന്താണ് ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയറിനെ കുറിച്ചിട്ട് കൂടുതൽ പഠനങ്ങൾ നടത്താനായിട്ട് മാനേജേഴ്സിനെ കുറച്ചുകൂടി പ്രാപ്തരാക്കുന്നത്. ഓക്കെ, ഇപ്പൊ രണ്ട് വേർഡ്സും തമ്മിൽ ഒന്നുകൂടി ഒന്ന് പറയാമോ? പെർസെപ്ഷൻ, ആട്രിബ്യൂഷൻ എന്താണെന്ന്. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു സിറ്റുവേഷനെ നോക്കിക്കാണുന്ന, അല്ലെങ്കിൽ നമ്മളാൽ നോക്കിക്കാണുന്ന നമ്മളുടെ അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തെയോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെയോ വ്യക്തിയോ നമ്മളെ നോക്കിക്കാണുന്ന ധാരണകളെയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകളെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്, അഥവാ ധാരണകൾ എന്ന് പറയുന്നത്. ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ആട്രിബ്യൂഷൻ ഒരു കാര്യത്തെ ആളുകൾ എങ്ങനെ സ്വയം വിശദീകരിക്കുന്നു, എന്തൊക്കെ ഉപയോഗിച്ചിട്ട് സ്വയം വിശദീകരിക്കും, എന്തിനേക്ക് ഡിനോട്ട് ചെയ്ത് ഏതൊക്കെ ടേംസ് ഉപയോഗിച്ചിട്ട് അതിനെ വിശദീകരിക്കുന്നു എന്നുള്ളതാണ് എന്റെ ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇന്റേണലും വരുന്നുണ്ട്, എക്സ്റ്റേണൽ ആയിട്ടും വരുന്നുണ്ട്. ഇന്റേണൽ വരുന്നതാണ് എന്താ? നമ്മളുടെ ഭാഗ്യം മൂലം അത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ വിശദീകരിക്കും. അല്ലെങ്കിൽ എക്സ്റ്റേണലി പറയുമ്പോൾ എന്താണ്? എന്റെ പരിശ്രമക്കുറവ് മൂലമാണ് എനിക്കത് നഷ്ടപ്പെട്ടതെന്ന് നമ്മൾ സ്വയം വിശദീകരിക്കുകയാണ്. ഓക്കെ, മനസ്സിലായോ പെർസെപ്ഷനും ആട്രിബ്യൂഷനും എന്താണെന്ന്? Then last one, impression management. Impression management. Whereas social perception is concerned with how one individual perceives other individuals. Impression management is the process by which people attempt to manage or control the perception other form of them. എന്താണ് നമ്മളെ ഇംപ്രഷൻ എന്ന് പറയുന്നത്? ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കണം അല്ലെ? എല്ലാവർക്കും ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താ സംഭവം? അത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിക്കോട്ടെ, വീട്ടിലായിക്കോട്ടെ, പൊതുമധ്യത്തിലായിക്കോട്ടെ, മറ്റുള്ളവരിൽ നിന്ന് നമുക്കൊരു ഇംപ്രഷൻ വേണം എന്നാണ് നമ്മളുടെ ആഗ്രഹം അല്ലെ? അപ്പൊ എന്താണത്? ഈ പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി എങ്ങനെ നോക്കി കാണുന്ന അതിന്റെ ധാരണയാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇംപ്രഷൻ എന്തായിരിക്കും? ഇംപ്രഷൻ മാനേജ്മെന്റ് is the process by which people attempt to manage or control the perception others form of them. എന്ന് പറയുന്നത് എന്താണ്? തങ്ങളെ കുറിച്ച് മറ്റുള്ളവർ എന്ത് പറയുന്നു, അതായത് മറ്റുള്ളവർ എങ്ങനെ പറയണം? നല്ലത് പറയണം അല്ലെ? അതിപ്പോ ഉണ്ടാവില്ല. നമ്മളെ പറ്റി നല്ലത് പറയണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരാണ്, എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, യെസ്. എന്താണ്? മറ്റുള്ളവർ തങ്ങളെ കുറിച്ചുള്ള ധാരണകൾ കൈകാര്യം ചെയ്ത് നിയന്ത്രിക്കുകയോ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? ഇംപ്രഷൻ എന്ന് പറയുന്നത്. There is often a tendency for people to try to present themselves in such a way as to impress others in socially desirable way. ഇനി അതായത് നമുക്ക് പതിപ്പ് ഉണ്ടാക്കാനെടുക്കാനായിട്ട്, ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മളപ്പോ എന്താണ്? അതിന് വർക്ക് ചെയ്യും അല്ലെ? ഇംപ്രഷൻ എന്താവണം? അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരിൽ നിന്നൊരു എന്താ പറയാ പ്രോത്സാഹനം കിട്ടണം, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ളത് കാണിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇത്തരം സ്കിൽസുകൾ മറ്റുള്ളവർ അറിയണം, എന്നെ പുകഴ്ത്തണം അല്ലെ? ഇംപ്രസീവ് ആക്കണം, മറ്റുള്ളവർ എനിക്ക് ഇംപ്രസീവ് ആക്കാൻ പറ്റുന്ന എന്നുള്ള ഒരു പേഴ്സണൽ തിങ്കിങ് ആർക്കുണ്ട്? നമ്മളെല്ലാവരിലും ഉണ്ട് അല്ലെ? നമ്മളെല്ലാവരും നമ്മുടെ നല്ല വശങ്ങൾ മറ്റുള്ളവർ അറിയണം എന്ന് ആഗ്രഹിക്കുന്നവരല്ലേ അല്ലെ? അതിനൊരു വില തരണം, അല്ലെങ്കിൽ അതിന് നല്ലതാണ് എന്ന് പറയാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കില്ലേ? നല്ലതാണോ? ഇത് നല്ലതാണ്, ഇൻട്രസ്റ്റ് ആയി, അല്ലെങ്കിൽ നമ്മളൊരു മാനേജർ ഒരു പ്രോജക്റ്റ് പറഞ്ഞു, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ചെയ്തു, വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പ്രസന്റ് ചെയ്യും ആ പ്രോജക്റ്റ് അല്ലെ? ഞാൻ അദ്ദേഹം പറയും യെസ്, വെരി ഗുഡ്, വെൽ ഡൺ. അപ്പൊ നമുക്ക് മനസ്സിലാവും അദ്ദേഹം ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും? ഹയർ പൊസിഷനിലേക്ക് നമുക്ക് ചിലപ്പോൾ സ്ഥാനമൊക്കെ ആയിട്ട് ഒരു പ്രോജക്റ്റ്, വലിയൊരു പ്രോജക്റ്റ് ആയിരിക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, വളരെ വെൽ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലെ? നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്ന രീതിയിലായിരിക്കും പ്രൊജക്ട് ചെയ്തത്. അപ്പൊ അദ്ദേഹം എന്ത് പറയും? നമ്മളെ കൺഗ്രാറ്റ്സ് ചെയ്യും. ദെൻ ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒരുപാട് തരും. അപ്പൊ എന്താണ്? അദ്ദേഹം മാനേജ്മെന്റ് ഇംപ്രസ് ആയി കഴിഞ്ഞാൽ എന്താണ്? ആ എംപ്ലോയിക്ക് എന്തൊക്കെയാണ് സ്കില്ല്, നല്ല രീതിയിൽ സ്കിൽ ഉള്ളത് കൊണ്ടാണ് മാനേജ്മെന്റ് ഇംപ്രസ്ഡ് ആയിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, impression management has considerable implication for areas such as validity of performance, appreciation, and pragmatic political role for one to climb the ladders of success in organization. ഇംപ്രഷൻ മാനേജ്മെന്റ് പറയുമ്പോൾ ഏതൊക്കെ ഏരിയാസിലാണ് നമുക്ക് ഇംപ്രഷൻ മാനേജ്മെന്റ് കൊണ്ടുവരാൻ സാധിക്കുന്നത്? പ്രത്യേകിച്ച് നമുക്ക് പെർഫോമൻസ് അപ്രീഷ്യൽ കിട്ടുന്നത് എങ്ങനെ? എന്തുകൊണ്ടാണ് പെർഫോമൻസ് അപ്രീഷ്യൽ കിട്ടുന്നത്? നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്തോണ്ടല്ലേ അല്ലേ? അല്ലാന്നോ? നമ്മൾ
നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും സ്കിൽ ഉണ്ട്, എബിലിറ്റീസ് ഉണ്ട്, നമ്മളിൽ ആ ഓർഗനൈസേഷൻ നമ്മളെ കൊണ്ട് ഉപകാരം ഉണ്ടാകും എന്നവർ തിരിച്ചറിയുന്നത്. ഓക്കെ, അത് ശരിക്കും എന്താണ്, അവർ ഇൻട്രസ്റ്റ് ആയത് കൊണ്ടാണ് അത് തിരിച്ചറിയുന്നത്. ചിലവർ പക്ഷെ എന്താണ്, ഒരു കഴിവില്ലെങ്കിലും ഇംപ്രസ് ചെയ്യാനായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെ. പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷെ എങ്ങനെയെങ്കിലും മാനേജ്മെന്റിന്റെ ശ്രദ്ധ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് പല പരിശ്രമങ്ങളും ചെയ്യുന്ന, നമ്മുടെ മാക്യുവലിനിസം പോലെ അല്ലെങ്കിൽ കുതന്ത്രപരമായിട്ട് അവർ ആവശ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് അത്തരം പ്രവണതകളോട് ഇംപ്രഷൻ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രയത്നിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇംപ്രഷൻ മാനേജ്മെന്റ് ഒരു തരത്തിൽ പറഞ്ഞ ഓർഗനൈസേഷൻ സംബന്ധിച്ചിടത്തോളം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പല നല്ല എംപ്ലോയീസിനെ നമുക്ക് തിരഞ്ഞെടുക്കാനും പല രീതിയിലും നല്ല എംപ്ലോയീസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ടും കഴിയുന്ന ഒരു പ്രോസസ്സാണ് ഇംപ്രഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ഓക്കെ. മനസ്സിലായോ ഇംപ്രഷൻ മാനേജ്മെന്റ് എന്താണെന്ന്? യെസ്, ക്ലിയർ. ഓക്കെ, അപ്പൊ നമ്മളുടെ PGയുടെ നമ്മളുടെ യാത്ര ഇന്ന് തീരുകയാണ് കേട്ടോ. നമ്മളിനി കോൺവൊക്കേഷന് കാണുള്ളൂ. ഓക്കെ, അപ്പോ ഇത്രയും നാളും സഹായിച്ചതിന് ഒരുപാട് നന്ദി അങ്ങോട്ട് പറയണം. കാരണം നിങ്ങളുടെ കമന്റ്സ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ റെസ്പോൺസ് കൊണ്ടും ഞങ്ങൾക്ക് തിരിച്ച് അങ്ങനെ എന്തെങ്കിലും പറയാനും, ചില സമയത്ത് എന്തെങ്കിലും പോയിന്റ് കിട്ടാണ്ടാവുന്ന സമയത്ത് വിട്ടുപോകും. നമ്മൾ എന്തൊക്കെ നോക്കിയാലും ചില സമയങ്ങളിൽ വിട്ടുപോകാറുണ്ട്. നിങ്ങൾ ചെറിയ കമന്റ്സ് വെച്ചിട്ടാണ് നമ്മള് ചിലപ്പോൾ ക്ലാസ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പൊ അതിന് നിങ്ങളോട് ഞാൻ അങ്ങോട്ട് താങ്ക്സ് പറയണം. പിന്നെ സഹിച്ച് ഇത്രയും ദിവസം മിണ്ടാതെ നല്ല കുട്ടികളായിട്ട് ഇരുന്നതിന് ഒരുപാട് താങ്ക്സ് അങ്ങോട്ട് പറയാം. ഓക്കെ, അപ്പൊ ഇനി എക്സാം ആണ്, നന്നായിട്ട് പഠിക്കുക എല്ലാവരും. നമ്മുടെ ഗൈഡ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലെ? ഗൈഡ് വാങ്ങിയിട്ടില്ല എല്ലാവരും? ഗൈഡിലെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കാം. എല്ലാ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഗൈഡ്സ് നന്നായിട്ട് പഠിക്കാം. റിവിഷൻ ബാക്കിയുള്ള ടീച്ചേഴ്സ് കയറുമ്പോ വരും. എനിക്കും പീരീഡ് ഉണ്ടാവില്ല, ലാസ്റ്റ് പീരീഡ് ആണ്. ഓക്കെ, പാട്ട് കേട്ടുണ്ടോ? അപ്പൊ വേറെ എന്താ പറയാനുള്ളത്? മൊഡ്യൂൾ എക്സാം ഒക്കെ നമുക്ക് ഒറ്റ മെയിൻ എക്സാം ഉള്ളത് അതല്ലേടോ നല്ലത്? അല്ലെങ്കിൽ നിങ്ങൾ എത്ര എക്സാം എഴുതണം? മൊഡ്യൂള് പേപ്പർ 1 പേപ്പർ 2 എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. പാടാം, ഒറ്റ എക്സാം പോലെയല്ല, അതല്ലേ നല്ലത്? ഉള്ള ഗൈഡ് നന്നായിട്ട് ഇരുന്ന് പഠിക്കുക, കൂളായിട്ട് ഇരുന്ന് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതും. മോഡലൊന്നുമില്ല, നേരെ ഡയറക്റ്റ് ആയിട്ട് എക്സാം ആണ്. അപ്പൊ ഗൈഡ് നന്നായിട്ട് പഠിക്കും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. മാത്രമല്ല എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓണാശംസകൾ നേരെയാണ്. എല്ലാവർക്കും നല്ല സക്സസ് ഉണ്ടാവട്ടെ ലൈഫില്. പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ എവിടെയെങ്കിലും കാര്യങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. പേഴ്സണാലിറ്റി എടുത്തപ്പോഴാണ് തോന്നുന്നു കുറച്ചുകൂടി നമ്മളെ കുറിച്ച് അറിയാനായിട്ട് പഠിച്ചത് അല്ലെ? ഓക്കെ, ഇപ്പൊ എല്ലാവരെയും എനിക്ക് HL ലെവലിലെ പിള്ളേരെ മാത്രമേ അറിയുള്ളൂ. പിന്നെ H8 കുട്ടികളുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ അറിയില്ല. അപ്പൊ എല്ലാവർക്കും അങ്ങോട്ട് ഒരുപാട് താങ്ക്സ്. ഈ ഒരു അവസരത്തിൽ നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റിയതിൽ സന്തോഷം. എവിടെയെങ്കിലും കുറിച്ച് കാണാം. ഓക്കെ, യെസ്. അപ്പൊ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, പിന്നെ ഒരു കാര്യം, ക്ലാസ് എടുക്കുന്ന സമയത്ത് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കളിയാക്കി എന്തെങ്കിലും പറഞ്ഞിട്ടില്ലാന്ന് വിചാരിക്കുന്നു. പക്ഷെ എന്തെങ്കിലും ആർക്കെങ്കിലും നമ്മൾ പറഞ്ഞില്ലേ പേഴ്സണാലിറ്റി വ്യത്യാസം ഉണ്ടെന്ന് പലരും പല രീതിയിലാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നോ പ്രോബ്ലം. വിഷ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ബൈ. ഹാപ്പി ആണോ? മോൻ അടിച്ചു പൊളിക്കുക കേട്ടോ.